നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ IT സെക്ടറിലെ ഒരു പ്രബല സ്റ്റോക്കായ വിപ്രോ എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിപ്രോ എന്ന സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും 40 മുതൽ 50% ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഫ്യൂച്ചറിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ വിപ്രോ എന്ന സ്റ്റോക്കിനെ അതിൻ്റെ 52 വീക്ക് ലോയിൽ അക്യുമുലേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ്, മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 2020 ശേഷം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇന്ത്യൻ IT സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. COVID-19 പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക കമ്പനികളുടെയും വർക്ക് കൾച്ചറിൽ ഒരു മാറ്റം വന്നു. വർക്ക് ഫ്രം ഹോം എന്ന കൺസെപ്റ്റ് കൂടുതൽ പോപ്പുലർ ആവുകയും ഡിസൈൻ, ഓട്ടോമേഷൻ, ഡിജിറ്റലൈസേഷൻ തുടങ്ങിയ സെഗ്മെൻറ്റുകളിലേക്ക് കമ്പനികൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതായും വന്നു. ഇതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിച്ചത് IT സെഗ്മെൻറ്റ് കമ്പനികൾക്ക് തന്നെയാണ്. അതായത് ഓട്ടോമേഷൻ, ഡിജിറ്റലൈസേഷൻ തുടങ്ങിയ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഈ കമ്പനികൾ മികച്ച റവന്യൂ ജനറേറ്റ് ചെയ്യുകയും മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെക്കുകയും ചെയ്തു. തത്ഫലമായി ഈ കമ്പനികളുടെ PEയിലും ഉയർന്ന മാറ്റം വരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ സീനറിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഒട്ടുമിക്ക കമ്പനികളുടെയും പ്രോഫിറ്റിൽ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് മൂലം ഇടിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഉദാഹരണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ചയിലെ മാർക്കറ്റ് ക്രാഷ് തന്നെയാണ്. അമേരിക്കൻ റീറ്റെയിൽ കമ്പനികളുടെ പ്രോഫിറ്റിൽ 50% ഇടിവാണ് കാണാൻ സാധിച്ചത്. ഈ ഇടിവിൻ്റെ പിന്നിലെ കാരണം ഇൻഫ്ലേഷൻ മൂലമുണ്ടായ ഇൻപുട്ട് വില വർധനവാണ്. ഇത് ലോകത്തെ തന്നെ ഒരു എക്കണോമിക് സ്ലോ ഡൗണിലേക്ക് നീക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം JP മോർഗൻ ഇന്ത്യൻ IT സെഗ്മെൻറ്റിലെ കമ്പനികളെ ഡൗൺഗ്രേഡ് ചെയ്തിരുന്നു. JP മോർഗൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ തന്നെയാണ്, പ്രത്യേകിച്ചും IT സ്ലോ ഡൗൺ തന്നെയാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഫോർകാസ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ വരും വർഷങ്ങൾ, അതായത് 2022 വർഷത്തെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന IT ഗ്രോത്ത് 8%, 2023 വർഷത്തിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന IT ഗ്രോത്ത് 5%. ഇന്ത്യൻ കമ്പനികൾ അവരുടെ 70% റവന്യൂവും ജനറേറ്റ് ചെയ്യുന്നത് നോർത്ത് അമേരിക്കൻ IT മാർക്കറ്റിൽ നിന്നാണ്. അതുകൊണ്ട് 2023 ഫിനാൻഷ്യൽ ഇയറിലെ Q3 വരെ ഇന്ത്യൻ കമ്പനികൾ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾക്ക് JP മോർഗൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചത്. അതായത് വരും സമയങ്ങളിൽ, അതായത് 2023 ഫിനാൻഷ്യൽ ഇയറിലെ Q3 വരെ IT സെഗ്മെൻറ്റിൽ വളരെ വലിയ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നാണ് JP മോർഗൻ പറയുന്നത്. ഇത് മറ്റെല്ലാ കമ്പനികളെ പോലെ വിപ്രോ എന്ന കമ്പനിക്കും ബാധകമാണ്. പക്ഷേ വിപ്രോ എന്ന സ്റ്റോക്ക് മറ്റ് IT കമ്പനികളെക്കാൾ കൂടുതൽ കറക്ഷനിൽ അല്ലെങ്കിൽ കൂടുതൽ ഇടിവിൽ കാണാൻ സാധിക്കും. അതിൻ്റെ പിന്നിലെ ഒരു പ്രധാന കാരണം വിപ്രോ എന്ന കമ്പനിയെക്കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. വിപ്രോ എന്ന കമ്പനി ഗ്രോത്ത് അടിസ്ഥാനത്തിലും വിപ്രോ എന്ന കമ്പനി മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ TCS, ഇൻഫോസിസ്, HCL ടെക്നോളജി എന്നീ കമ്പനികൾക്ക് പിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ വിപ്രോ എന്ന കമ്പനിയിൽ ഒരു ബിസിനസ് സൈക്കിൾ റിവേഴ്സൽ നമ്മൾക്ക് ഈയിടെയായി കാണാൻ സാധിക്കും. അതായത് വിപ്രോ എന്ന കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും പരിശോധിക്കുകയാണെങ്കിൽ ഇത് മറ്റ് IT സെഗ്മെൻറ്റിലെ ലീഡിംഗ് കമ്പനികളെക്കാൾ മികച്ചതായതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണം, വിപ്രോയുടെ കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നോക്കുകയാണെങ്കിൽ 7.42%, 7.56%. ഇത് മറ്റ് മേജർ IT കമ്പനിയേക്കാൾ താഴ്ന്ന ലെവലിലാണ്. എന്നാൽ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നോക്കുകയാണെങ്കിൽ ഇത് TCSനേക്കാളും HCL ടെക്നോളജിയേക്കാളും മികച്ച സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തുമാണ് കാഴ്ചവെച്ചത്. TCSൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ഗ്രോത്ത് 6.84%, HCL ടെക്നോളജിയുടേത് 10.54%. വിപ്രോയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 10.75% കാണാൻ സാധിക്കും. മികച്ച സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ PE നോക്കുകയാണെങ്കിൽ PE മറ്റ് മേജർ IT കമ്പനികളെക്കാൾ താഴ്ന്ന ലെവലിലുമാണ് നിലനിൽക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ഈ വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 28%, പ്രോഫിറ്റ് ഗ്രോത്തിൽ 13% വർധനവും കാണാൻ സാധിക്കും. അതുകൂടാതെ വിപ്രോയെ പറ്റിയുള്ള മറ്റൊരു ഇൻവെസ്റ്റേഴ്സ് കൺസേൺ കമ്പനിക്ക് ഫ്യൂച്ചറിസ്റ്റിക് ഗ്രോത്ത് കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം 2021 കമ്പനി നടത്തിയ അക്വിസിഷൻ തന്നെയാണ്. കൺസൾട്ടൻസി സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയായ ക്യാപിറ്റൽ മാർക്കറ്റ്സ് കമ്പനിയെ വിപ്രോ അക്വിസിഷൻ ചെയ്തിരുന്നു. ഇതുകൂടാതെ കമ്പനിയുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 26-ലധികം കമ്പനികളെയാണ് വിപ്രോ അക്വിസിഷൻ ചെയ്തത്. ഈ രീതിയിലുള്ള അക്വിസിഷൻ കമ്പനി ഫ്യൂച്ചറിലും വളരാനുള്ള ഒരു സാധ്യതയെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റിയെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ പല പുതിയ ബിസിനസ് ഡൊമൈനിലേക്കും കമ്പനി ചുവടുവയ്ക്കുന്നതായിട്ടും കാണാൻ സാധിക്കും.
കമ്പനിയുടെ ടോട്ടൽ റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ 60% റവന്യൂവും അമേരിക്കൻ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഒരു IT സ്ലോ ഡൗൺ കമ്പനിയെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കമ്പനിയിൽ കാണാൻ സാധിക്കും. കമ്പനിയുടെ സെക്ടർ വൈസ് റവന്യൂ ബ്രേക്കപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റ സെഗ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല. അതുകൂടാതെ കമ്പനി ഡൊമൈൻ ആൻഡ് കൺസൾട്ടിംഗ്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസിംഗ് തുടങ്ങിയ സെഗ്മെൻറ്റിലേക്കും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കമ്പനിക്കും കമ്പനിയുടെ ബിസിനസ്സിനും എക്സിസ്റ്റൻസ് ഉണ്ടാകും എന്ന രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിപ്രോ എന്ന സ്റ്റോക്കിൽ വളരെ വലിയ കറക്ഷനാണ് കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് ഏകദേശം 750 എന്ന ലെവലിൽ നിന്നും ഇടിഞ്ഞ് 450 എന്ന ലെവലിലേക്ക് എത്തിയതായിട്ട് കാണാൻ സാധിക്കും. 450 എന്ന ലെവൽ സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ റേഞ്ചുമാണ്. ഡെയിലി ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ എല്ലാ മൂവിംഗ് ആവറേജ് ലെവലുകൾക്കും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ മിഡ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വിപ്രോ എന്ന സ്റ്റോക്കിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം വിപ്രോയിൽ ഇതുവരെയും ഒരു ബോട്ടം ഔട്ടിൻ്റെയോ ടേൺ അറൗണ്ടിൻ്റെയോ സിഗ്നൽ കാണാൻ സാധിക്കുന്നില്ല. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ വിപ്രോ എന്ന സ്റ്റോക്കിൽ 5 മുതൽ 6% ഇടിവാണ് കാണാൻ സാധിച്ചത്. വ്യാഴാഴ്ച നിഫ്റ്റിയിൽ എത്ര ശതമാനത്തോളം ഇടിവുണ്ടോ അത്രയും ശതമാനം റിക്കവറി നമ്മൾക്ക് വെള്ളിയാഴ്ച കാണാൻ സാധിച്ചു. പക്ഷേ വെള്ളിയാഴ്ച വിപ്രോ എന്ന സ്റ്റോക്കിൽ 2% താഴെയുള്ള റിക്കവറിയാണ് കാണാൻ സാധിച്ചത്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിന് അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇനിയും വീക്ക്നെസ് ഉണ്ട് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഇനിയും ഇടിയും എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വിപ്രോ എന്ന സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഒരു മികച്ച അവസരം തന്നെയാണ്. 400 എന്നുള്ളത് സ്റ്റോക്കിൻ്റെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. കൂടാതെ സ്റ്റോക്ക് 52 വീക്ക് ലോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ചും നിഫ്റ്റി 50യിൽ ഉൾപ്പെട്ട ഒരു സ്റ്റോക്കായ വിപ്രോ എന്ന സ്റ്റോക്കിന് അധികകാലം ഓവർ സോൾഡ് കാറ്റഗറിയിൽ തുടരാൻ സാധിക്കുകയില്ല. മറ്റ് സെഗ്മെൻറ്റുകളിലെല്ലാം കാണുന്നത് പോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡും അപ്പ് ട്രെൻഡും IT സെഗ്മെൻറ്റിലും ബാധകമാണ്. വരും സമയങ്ങളിൽ ഒരല്പം സമയമെടുത്താലും IT സെഗ്മെൻറ്റിൽ നമ്മൾക്കൊരു അപ്വേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാം. ആ സമയത്ത് ഈ 52 വീക്ക് ലോയിൽ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്